എല്ലാവർക്കും നമസ്കാരം. സാധാരണ അരിയും ഉഴുന്നും അരച്ചാണ് ഇഡ്ഡലി ഉണ്ടാക്കാറ്. ഇന്ന് കുറച്ച് വ്യത്യസ്തമായി പുട്ടുപൊടി ചേർത്ത് ഉണ്ടാക്കി നോക്കാം. അതിനായി 1 കപ്പ് ഉഴുന്നും 1/2 ടീസ്പൂൺ ഉലുവയും നന്നായി കുതിർത്തിയെടുത്തിട്ടുണ്ട്. ഏകദേശം 4 മണിക്കൂർ കുതിർത്തിയെടുക്കാം. ഉഴുന്നരയ്ക്കുന്നതിന് 10 മിനിറ്റ് മുന്നേ പുട്ടുപൊടി കൂടി കുതിർത്തിയെടുക്കാം. അതിനായി 1/2 കപ്പ് പുട്ടുപൊടിയാണ് എടുത്തിരിക്കുന്നത്. കുറേ വെള്ളം ഒഴിക്കേണ്ട, കുതിരാനായി മാത്രമുള്ള വെള്ളം ഒഴിച്ചാൽ മതി. ഏകദേശം ഒരു 1/2 കപ്പ് ഒഴിച്ചിട്ടുണ്ട്. പുട്ടുപൊടി കുതിർന്ന സമയം കൊണ്ട് ഉഴുന്ന് അരച്ചെടുക്കാം. നല്ല സ്മൂത്തായി അരച്ചെടുക്കാം. പൊടി നന്നായി കുതിർന്നിട്ടുണ്ട്. ഇതൊന്ന് ബ്ലെൻഡ് ചെയ്ത് ഈ മാവിലേക്ക് ഒഴിക്കാം. അരയാൻ പാടില്ല വല്ലാണ്ട്, ഈ തരികളോടുകൂടി തന്നെ കിട്ടണം. ഇങ്ങനെ ഇട്ട് മിക്സ് ചെയ്തെടുത്താലും കുഴപ്പമൊന്നുമില്ല, ഇഡ്ഡലി നന്നായി തന്നെ കിട്ടും. കുറച്ച് വെള്ളം ഒഴിക്കാം. വല്ലാതെ അറിഞ്ഞിട്ടില്ല, അതേ തരികൾ തന്നെ ഉണ്ട്. എന്നാലും മാവ് നന്നായി മിക്സ് ആയിട്ടുണ്ട്. വെള്ളം അധികം ചേർക്കണ്ട, ഇഡ്ഡലിമാവിൻ്റെ കൺസിസ്റ്റൻസി ആയിരിക്കണം. അരയ്ക്കാതെ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്, അതുകൂടി ഇതിലേക്ക് ചേർക്കാം. മാവിന് ആവശ്യമുള്ള ഉപ്പിടാം. കൈകൾ കൊണ്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. മാവ് നല്ല കട്ടിയാണ്, കുറച്ചുകൂടി വെള്ളം ഒഴിക്കാം. നന്നായി മിക്സ് ചെയ്യണം. മാവ് നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഒരു 6 മണിക്കൂറോളം പുളിക്കാനായി വയ്ക്കാം. തണുപ്പായതുകൊണ്ട് കുറച്ച് കൂടുതൽ സമയം എടുക്കാനും ചാൻസ് ഉണ്ട്. മാവ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. മാവ് നല്ല കട്ടിയാണ്, കുറച്ച് വെള്ളം ചേർക്കാം. ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കാം. പത്ത് മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കാം. ഇഡ്ഡലി വെന്തിട്ടുണ്ട്, എടുക്കാം. ഇഡ്ഡലി നല്ല രീതിയിൽ തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റുമാണ്. തണുത്തിട്ടുണ്ട്, ഇതെടുക്കാം. അരി അരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. പുട്ടുപൊടി ഉണ്ടെങ്കിൽ വളരെ സോഫ്റ്റായ ഇഡ്ഡലി തയ്യാറാക്കിയെടുക്കാം. ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.